വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ നന്നായിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾക്ക് കാരണമാക്കുവാൻ ഈ പഠനം ഇടയായിരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ചിലവിടുന്ന സമയം പ്രയോജനകരമായി പറയാനായിട്ട് സാധിക്കും. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കും. അതേസമയം തന്നെ തിരുവചനത്തിനു മുമ്പാകെ വിനയപ്പെടുവാനായിട്ടൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിലായിരിക്കണം. ഞങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ. സഭയുടെ ബൈബിൾ ക്ലാസ്സാണ്, അതിൽ വർണ്ണം സംബന്ധിക്കണം എന്നുള്ള ആഗ്രഹത്തേക്കാണ് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പരിവർത്തനത്തിന് കാരണമാകണം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒന്നാം അധ്യായത്തിൻ്റെ ചിന്തകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ലഭിക്കാവുന്ന ചില ചിന്തകൾ ലഭിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു അധ്യായം തന്നെ ഈ വർഷങ്ങളോളം പഠിക്കുവാനായിട്ടുള്ള ചിന്തകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. എന്നാൽ നാം ഇത്രയും ചുരുക്കമായിട്ട് കേവലം ഈ ഒന്ന് വരുത്തലെന്ന് പറയുന്ന ലേഖനത്തെക്കുറിച്ച് ഒരു സാമാന്യമായിരിക്കുന്ന ഒരു ഐഡിയ ലഭിക്കത്തക്കവണ്ണമാണ് നമ്മൾ ഈ അധ്യായങ്ങൾ, ഈ ലേഖനം പഠിക്കുന്നത്. ഒന്നാം അധ്യായത്തിൻ്റെ ഒരു ചുരുക്കം മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാം അധ്യായത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പ്രാരംഭവാക്യങ്ങളിൽ ഇതാരാണ് എഴുതിയത്, ആർക്കാണ് എഴുതിയത് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ള വാക്യങ്ങളിൽ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ അതിൻ്റെ 9 മുതലുള്ള വാക്യം, 9ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടായ്മയുടെ പ്രത്യേകതകൾ നാം ചിന്തിക്കുകയുണ്ടായി. വിശുദ്ധ വിളിയാണ്, കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അയോഗ്യരായിരിക്കും നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ ഭാഗത്ത് അതിൻ്റെ 4 മുതലുള്ള 7 വരെയുള്ള വാക്യങ്ങളിൽ, 8 വരെയുള്ള വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ അവർക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടതായിരിക്കുന്ന ദൈവകൃപ. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ സകലത്തിലും വിശേഷം സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട് തീർന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിട്ട് കൊരിന്ത്യരെ കാണുവാനായിട്ട് സാധിക്കും. ആ 7-ാം വാക്യത്തിൽ തന്നെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അവർക്ക് വലിയ പ്രത്യാശ ലഭിച്ചു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. നിങ്ങൾ നല്ല വേല ആരംഭിച്ചവർ അതിനെ അവസാനത്തോളം തികയ്ക്കും. തന്റെ മഹിമാസന്നതയിൽ കുറ്റമില്ലാത്തവരായി നമ്മെ നിർത്തുവാൻ കഴിവുള്ളവനാണ്. നാം ഒന്ന് വിധേയപ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ നമ്മെ അനുദിനം പണിയുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്നവരാണ് നമ്മുടെ യജമാനൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ് എന്നുള്ള ചിന്ത നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ 5 അനുഗ്രഹങ്ങളെ കുറിച്ച് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 13-ാമത്തെ വാക്യത്തിൽ 3 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണം നമുക്ക് ആ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളുടെ സ്നാനത്തെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു, അതാദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല തരത്തിലുള്ളതായിരിക്കുന്ന പക്ഷക്കാരവിടെ ഉണ്ടായിരുന്നു. അക്കാര്യം അതുപോലെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ നിലപാട്, പൗലോസിന്റെ വിളിയെക്കുറിച്ച് പൗലോസിനോട് പറയുന്നുണ്ട്. സുവിശേഷം അറിയിക്കാനായിട്ടാണ് തന്നെ വിളിച്ചത്. 17-ാമത്തെ വാക്യത്തിൽ തന്റെ പ്രത്യേകമായ ശുശ്രൂഷ വ്യക്തമായിട്ട് പൗലോസിന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പൗലോസിന്റെ ശുശ്രൂഷയുടെ വിജയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല തുടർന്ന് നാം വായിക്കുമ്പോൾ 2 തരത്തിലുള്ള കൂട്ടരെ കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ഒന്ന് നശിച്ചു പോകുന്നവരാണ്, മറ്റൊന്ന് രക്ഷിക്കപ്പെടുന്നവരാണ്. നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം പോഷകമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഭാഗത്ത് തന്നെ ലോകത്തിന്റെ ജ്ഞാനവും ദൈവീക ജ്ഞാനത്തെ കുറിച്ച് വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകജ്ഞാനത്തിന്റെ പരിമിതി എന്തൊക്കെയാണ്,
ദൈവജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, ഈ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കൊരിന്ത്യസഭയുടെ പ്രധാന പ്രശ്നം എന്തായിരുന്നുള്ളത് നാം ഓർത്തിരിക്കണം. അവിടെ പൗലോസിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു, കേഫാവിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം കൂടാതെ ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് തന്റെ കാര്യം എടുത്തു തന്നെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇല്ല, അല്ലെങ്കിൽ എന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിച്ചിട്ടില്ല, ഞാനല്ല രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നത്, കർത്താവായ യേശുക്രിസ്തുവാണ് എല്ലാത്തിനും ഉന്നതനായിരിക്കുന്നത്. ആ ചിന്ത പൗലോസ് തന്നെ താഴ്ത്തി ക്രിസ്തുവിനെ ഉയർത്തുന്ന ഭാഗങ്ങളാണ് നമുക്ക് അവിടെ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ് അവസാനിക്കുമ്പോൾ പ്രശംസിക്കുന്നവൻ കർത്താവ് പ്രശംസിക്കട്ടെ. നമ്മുടെ പ്രശംസയും നമ്മുടെ പുകഴ്ചയും ഒക്കെ കർത്താവിലായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാണ്. 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് വരാം. പ്രാരംഭമായിട്ട് അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 Corinthians 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത്. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്തായിരുന്നു. ഈ 2-ാം അധ്യായം അല്പം ശ്രദ്ധിച്ച് നാം ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസിന്റെ ചില അധ്യായങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് അല്പം പ്രയാസമാണ്. ഈ 5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 1-ാം വാക്യത്തില് പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് കൊരിന്ത്യയിൽ വന്നത് എന്നുള്ളത് പൗലോസോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പൗലോസോട് വന്നത്? ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നു. പൗലോസിന്റെ കൊരിന്ത്യയിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അത് പറയുമ്പോൾ നാം ഓർക്കേണ്ടത്, പിന്നെയും നാം കൊരിന്ത്യ പാശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകണം. പൗലോസ് അങ്ങനെ പറയുമ്പോൾ കൊരിന്ത്യയിൽ ദൈവത്തിന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ വന്ന പൗലോസ് പലതരത്തിൽ വഴിതെറ്റാവുന്ന പറഞ്ഞാൽ തന്റെ ആ ചിന്തയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാനായിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊരിന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരു നല്ല വ്യവസായ കേന്ദ്രമാണ് കൊരിന്ത്. പൗലോസ് വളരെ കഴിവുള്ള ആളാണ്. അവിടെ വേണമെങ്കിൽ പൗലോസിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാമായിരുന്നു. സകലവിധമായിരിക്കുന്ന സന്തോഷത്തിന്റെയും ജഡീക സന്തോഷത്തിന്റെയും കേന്ദ്രമായിരുന്നു കൊരിന്ത്. വഴി മാറിപ്പോ സഞ്ചരിപ്പാനായിട്ടുള്ള ദൈവത്തോടുള്ളതായിരിക്കുന്ന പ്രതിബദ്ധതയൊക്കെ വിട്ട്, കർത്താവിനോടുള്ള പ്രതിബദ്ധതയൊക്കെ വിട്ട് കുറച്ചൊക്കെ വേണമെങ്കിൽ തന്റെ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം കൊരിന്തിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പൗലോസ് പറയുമ്പോൾ ഈ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെയാണ് പൗലോസ് കൊരിന്തിലേക്ക് വന്നത്. നമുക്കറിയാം, ഒരു സമയം വരെ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരായിട്ട് നിന്ന പൗലോസ് കർത്താവിനെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് കണ്ടുമുട്ടിയ ആ ദിവസങ്ങൾ നമുക്ക് അപ്പോസ്തലരുടെ 9-ാം അധ്യായത്തിലൊക്കെ 9-10 അധ്യായങ്ങളിലൊക്കെ വായിക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് പൗലോസ് എടുത്തതായിരിക്കുന്ന ഒരു തീരുമാനം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നുള്ളതായിരുന്നു. ജീവിതം മുഴുവനായിട്ട് സമർപ്പിക്കപ്പെട്ട പൗലോസിനെയാണ് പിന്നീടുള്ള ജീവിതയാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം, ക്രിസ്തുവിനെ സേവിക്കണം എന്നുള്ള ഏക ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും വെച്ച് അല്പം വ്യതിയാനം സംഭവിച്ച ഒരു സമയം പോലും നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ക്രിസ്തു കഴിഞ്ഞാൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന ഇതുപോലൊരു മനുഷ്യൻ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിനെ കാണാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടാകും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലരെ കാണാനായിട്ട് ഒരു പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ പൗലോസിനെ കുറിച്ച് നാം അറിയുകയാണെങ്കിൽ, കുറെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ നമുക്കറിയാം, നമുക്ക് ഏറ്റവും നാം ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അപ്പോസ്തലനായ പൗലോസ്. ഇത്രയധികം കർത്താവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നിന്ന, കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ഒരു ജീവിതത്തെ വേറെ കാണാനായിട്ട് സാധിക്കില്ല.
കൊരിന്തിലേക്ക് പൗലോസ് പോകുമ്പോൾ പൗലോസിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവത്തിന്റെ സാക്ഷ്യം അവരോട് പ്രസ്താവിക്കുക എന്നുള്ളതായിരുന്നു. വഴിമാറിപ്പോകാവുന്ന, ചിന്തകൾ മാറിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ പൗലോസ് നിന്നതിന്റെ കാരണം നാം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് ചിന്തിച്ചു. 2-ാം വാക്യമാണ്. എന്താ? ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ, ചില നിർണയങ്ങൾ ഞാൻ നിർണയിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. ഹി വാസ് ഡിറ്റർമൈൻഡ്. ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമാണോ? ആ നിശ്ചയദാർഢ്യത്തോടുകൂടെ നിന്നില്ല എങ്കിൽ തെറ്റുപോകാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പൗലോസിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന ആ നിർണയമായിരുന്നു ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ പാടില്ല എന്നുള്ള. അറിയാത്ത ഒരുപാട് കാര്യം പൗലോസിന് അറിയാം. പക്ഷെങ്കിൽ തന്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈ കർത്താവിന് മുമ്പിൽ അടിയറവ് വെച്ച് ഈ കർത്താവിനെ സേവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ്. അല്ലെങ്കിൽ ഈ കർത്താവിനെ പ്രസംഗിക്കണം, പുരുഷന്റെ വചനം പ്രസംഗിക്കണം, അത് മാത്രമായിരുന്നു പൗലോസിന്റെ ആഗ്രഹം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പൗലോസ് ദൈവത്തിന്റെ സാക്ഷ്യം കൊരിന്ത്യരോട് പ്രസ്താവിക്കാനായിട്ടാണ് കൊരിന്ത്യയിലേക്ക് വന്നത്. എങ്ങനെയാ വന്നത്, അല്ലെങ്കിൽ വന്ന രീതി എങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞതിന്റെ ആശയം വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം വാക്യം നാം വായിക്കുമ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ അവിടെ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ അവിടെ വന്നത്. വചനം നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു പൗലോസ്. നമുക്കറിയാമല്ലോ, അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിലെ പൗലോസിന്റെ സാക്ഷ്യം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 22:3, അപ്പോസ്തലപ്രവൃത്തി 22-ന്റെ 3-ാമത്തെ വാക്യം. ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാലത്തിൽ എന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്നായിരിക്കുന്ന പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഗമാലിയേലിന്റെ കാൽക്കൽ ഇന്ന് ദൈവവചനം പഠിച്ച ഒരാളാണ് പൗലോസ്. ന്യായപ്രമാണം നന്നായിട്ട് പഠിച്ച ഒരാളാണ് പൗലോസ്. അക്കാലത്ത് പ്രസിദ്ധനായിരുന്ന ഒരു ഗുരുവായിരുന്നു ഗമാലിയേൽ. നാം അപ്പോസ്തലരുടെ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ഈ ഗമാലിയേലിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. അപ്പോൾ പൊതുജന സമ്മതനായിരിക്കുന്ന, ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് ന്യായപ്രമാണം പഠിച്ച ഒരാളാണ് പൗലോസ്. ഈ വചനത്തിന്റെ വൈഭവം തനിക്കുണ്ടായിരുന്നു. ജ്ഞാനിയായിരുന്നു പൗലോസ്. നമുക്കറിയാം, പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പൗലോസിന് ലോകത്തിൻ്റെതായ ജ്ഞാനമൊക്കെ പൗലോസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കൊരിന്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പൗലോസ് ചെന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വചനത്തിന്റെ വൈഭവമോ ജ്ഞാനത്തിന്റെ വൈഭവമോ കൂടാതെ ഈ ഒറ്റ കാര്യം മാത്രം, എന്താ? ക്രൂശിക്കപ്പെട്ട ഇത് മാത്രമായിരുന്നു പൗലോസിന്റെ അറിവും പൗലോസ് പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിച്ചതു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തിലാണല്ലോ നാം വായിച്ചത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട്. അപ്പോൾ 2 കാര്യം നാം ഇപ്പോൾ കണ്ടു. വചനത്തിന്റെ വൈഭവമോ ജ്ഞാനത്തിന്റെ വൈഭവമോ ഇല്ലാതെ പൗലോസ് കൊരിന്തിൽ ചെന്നു. 2, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായിട്ട് കൊരിന്തിൽ ചെന്നു. 3-ാമതായിട്ട് പിന്നീട് നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട് തന്റെ 5-ാമത്തെ വാക്യം, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസിന്റെ പ്രവർത്തന രീതി, പൗലോസിന്റെ ദൈവവചനം താൻ പ്രസ്താവിച്ചതായിരിക്കുന്ന രീതി, ഒന്ന് നാം കണ്ടത് വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വൈഭവം കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം അറിയിപ്പാൻ വന്നു. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാം. നാം ഇന്നത്തെ പ്രസംഗങ്ങൾ നോക്കിയാൽ, ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ എന്ന് പറയുന്ന പ്രസംഗങ്ങളിൽ പോലും നാം നോക്കിയാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു 2-ാം സ്ഥാനത്താണ് പലപ്പോഴും വരുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ നല്ല ഒരു ഗുരുവായിട്ട് അംഗീകരിക്കുന്ന മഹാന്മാരുണ്ട്.
പക്ഷെങ്കില് ഇതൊന്നും അല്ല പ്രധാന വിഷയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ഏറ്റവും പ്രഥമമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കിയതൊക്കെ താനാക്കൊണ്ടത് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെങ്കില് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെടുക എന്നുള്ളതായിരുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു. പൗലോസിന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പൗലോസ് ഫോക്കസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പൗലോസ് ശ്രദ്ധിച്ചിരുന്ന കാര്യം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ടാണ്. ലോകത്തിന് മുമ്പാകെ നമുക്ക് കണ്ടതുപോലെ അത് പോഷത്വമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ ചിഹ്നമാണ്. ആ ക്രൂശിൽ ഒരു വ്യക്തി മരിക്കുക എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവനായിട്ടാണ് അന്നത്തെ ലോകം കരുതുന്നത്. എന്നാൽ ഈ നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായിരിക്കുന്ന ആ കാര്യം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിക്കുമ്പോൾ അതിന് മുമ്പ് ഒരു ഭാഗം കൂടെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ വ്യക്തമല്ല. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്, ബലഹീനതയോടും, ബലഹീനത എന്ന് പറയുന്ന ഒരു പക്ഷെങ്കിൽ പൗലോസിന്റെ രോഗമായിരിക്കാം അതിന് കാരണം എന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാം. വ്യക്തമായിട്ട് എന്താണ് കൊരിന്തിലായിരിക്കുമ്പോൾ പൗലോസ് ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ഇരുന്നു എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, തനിക്ക് രോഗത്തിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ നാം വായിക്കുന്നുണ്ടല്ലോ, എന്താ, ജഡത്തിനൊരു ശൂലം എനിക്ക് നൽകിയിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അത് വിട്ടുപോകേണ്ടത് 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു. 3 പ്രാവശ്യം. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു? എന്തൊക്കെ അപ്പോൾ പൗലോസിന് എന്തോ ശരീരത്തില്, തന്റെ ശരീരത്തിൽ എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചിലർ പറയുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച ഇല്ലാത്ത ഒരാളായിരുന്നു പൗലോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അഭ്യൂഹങ്ങളാണ്, അത് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അത് ചില പറയുന്ന ചില സൂചനകളുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണ് എനിക്ക് വേണമെങ്കിൽ ചൂഴ്ന്നു തരുമായിരുന്നു പൗലോസ് പറയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞൂടെ. എന്തായിരുന്നാലും പൗലോസിന് തന്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ജഡത്തിലൊരു ശൂലം ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കാൻ ബലഹീനനായത്. അതോ ഇതിനു മുമ്പ് നമ്മുടെ കൊരിന്തിന് മുമ്പ് താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകൾ നമുക്കറിയാമല്ലോ. ആസിയയിൽ താൻ എങ്ങോട്ട് ആദ്യം പോയത്? ഫിലിപ്പിയയിലേക്ക് പോയി. ഫിലിപ്പിയയിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടായി. കാരാഗൃഹത്തിൽ താൻ അടയ്ക്കപ്പെട്ടു. നാം ആ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസം നാം ചിന്തിച്ചതാണ്. ഫിലിപ്പിയയിൽ തനിക്ക് വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ കഷ്ടം താൻ അനുഭവിച്ചു. അവിടെ താൻ അടികൊണ്ടു. മാത്രമല്ല ആമത്തിൽ തന്നെ എഴുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വളരെ കഷ്ടം അവിടെ താൻ അനുഭവിച്ചു. പക്ഷെങ്കിൽ അവിടെയും അത് മുഖാന്തരം പ്രയോജനമുണ്ട്. ഫിലിപ്പിയിൽ നിന്ന് ബെരോവയിലേക്ക്, ഫിലിപ്പിയിൽ തെസ്സലോനിക്കയിലേക്ക് താൻ പോയി. അവിടെയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. തെസ്സലോനിക്കയിൽ നിന്ന് പിന്നെ ബെരോവയിൽ പോയപ്പോൾ തെസ്സലോനിക്കയിൽ നിന്ന് കുറെ യഹൂദന്മാർ വന്ന് അവിടെ പ്രശ്നമുണ്ടായി. നിരന്തരമായിട്ട് ചിലർക്കെല്ലാം പ്രശ്നങ്ങളാണ്. ഇനി അതുകൊണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതേ ചെന്നപ്പോൾ അവരവരെ പരിഹരിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. കൊരിന്തിൽ ചെന്നപ്പോഴും അവിടെയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടായതായിരുന്നു. അപ്പോൾ നിരന്തരമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലം വിടുമ്പോൾ ചെല്ലുമ്പോൾ അവിടെയും എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണോ എന്നും വ്യക്തമായിട്ട് നമ്മളത് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. എങ്കിലും ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം. പൗലോസ് പറയുമ്പോൾ ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ് പൗലോസ് കൊരിന്തിൽ വന്നപ്പോൾ തന്റെ അനുഭവങ്ങളാണ് നാം കാണുന്നത്. ഒന്ന്, വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ വന്നു. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് അവിടെ ഇരുന്നു. മൂന്നാമതായിട്ട് അവിടെ കാണുമ്പോൾ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇരുന്നു. 4-5 വാക്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഇവിടെ നാം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായല്ലോ, പൗലോസിന്റെ വാക്കുകൾ അത്ര അതിന്റെ 1:17 നാം അത് വായിക്കുകയുണ്ടായി. സ്നാനം കഴിപ്പാനല്ല, 1:17 സ്നാനം കഴിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടുകൂടെ അല്ലതാണ്. ഇതാണ് പൗലോസിന്റെ മനോഭാവം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ആഗ്രഹം എന്തുവാ? പ്രസംഗിച്ച് കഴിയുമ്പോൾ പൗലോസിനെ ആരും ഒന്നും ചിന്തിക്കാൻ പാടില്ല.
ക്രിസ്തുവും ക്രിസ്തുവിന്റെ ക്രൂശും അത് മുന്നേ നിൽക്കണം. ക്രൂശ് വ്യക്തമായ തന്റെ വശീകരണ വാക്കുകൾ കൊണ്ട് താൻ സംസാരിച്ച്, അല്ലെങ്കിൽ തന്റെ പ്രസംഗത്തിന്റെ വലിപ്പം കൊണ്ട്, തന്റെ വാക്കുകളുടെ നന്മ കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകളുടെ സാഹിത്യ ഭാഷയിലൊക്കെ നമുക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കുന്നു. ലോകം അങ്ങനെ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് ചിലതൊക്കെ രക്ഷിക്കപ്പെടുന്നതെന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് വാക്ചാതുര്യത്തോടെ അല്ല പ്രസംഗിച്ചത്. അതാണ് 11:17 നാം കാണുന്നത്. ഇവിടെ നാം വായിക്കുമ്പോഴും 4-ാം വാക്യത്തിലേക്ക് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല. എന്താ പൗലോസിന്റെ ഇവിടുത്തെ ഉദ്ദേശം? പൗലോസ് പ്രസംഗിച്ചത് കൊണ്ട് ശ്രദ്ധിക്കുക, പൗലോസ് പ്രസംഗിച്ചത് കൊണ്ടാണ് കൊരിന്ത്യർ രക്ഷിക്കപ്പെട്ടതെന്ന് വരാൻ പാടില്ല. ക്രൂശ് വ്യക്തമായിരിക്കണം. കർത്താവിന്റെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടതെന്ന് വേണം വരാനായിട്ട്. അത് വേണം മറ്റുള്ളവർ കാണാനായിട്ട്. പൗലോസ് അവിടെ ഒരിക്കലും ഉയരുവാനായിട്ട് പാടില്ല. ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പിന്നെയോ എങ്ങനെയാ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലായിരുന്നത്. 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ചതെന്ന് അവിടെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ പ്രസംഗിക്കാതിരുന്നത്? 4-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്, കൊരിന്ത്യരുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കും. രക്ഷിക്കപ്പെടുന്നവർ, കൊരിന്ത്യയിൽ അനേകം രക്ഷിക്കപ്പെട്ടതായിട്ടാണ് നാം 18-ാം അധ്യായത്തിൽ കാണുന്നത്. അനേകം കൊരിന്ത്യർ വിശ്വസിച്ചു. പക്ഷേ പൗലോസിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പൗലോസ് അവിടെ ഒരിക്കലും എഴുതുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എന്തായിരുന്നു അതിന്റെ ഫൈനൽ റിസൾട്ട് എന്നായിരുന്നു? 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുമ്പോൾ, എന്റെ വചനത്തിന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താത്രയായിരുന്നു. അവിടെ എന്തിന്റെ പ്രദർശനമാണ് ഉണ്ടായത്? ആത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും. അവിടെ നാം ഇങ്ങനെ ചേർക്കണം, ആത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അവിടെ എന്താത്മാവാ? ദൈവാത്മാവിന്റെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും ദൈവശക്തിയുടെയും പ്രദർശനമാണ് എവിടെ ഉണ്ടായത്? കൊരിന്ത്യയിൽ ഉണ്ടായത്. അതിന്റെ കാരണം പൗലോസ് പ്രസംഗകൻ താൻ കേവലം ദൈവവചനത്തിന്റെ ഒരു ദൂതനായി മാത്രം തന്നെ കണക്കാക്കി. ദൈവം തന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ, ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണം. ഇതൊക്കെ നാം പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കില് പ്രസംഗിക്കുന്നവർ പോലും ഇതാ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കല പലപ്പോഴും പറയുന്നത്. സ്വന്തമായിട്ടുള്ള പുകഴ്ച ലഭിക്കുവാനായിട്ടുള്ള ആഗ്രഹം അത് പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മള് പറയുമ്പോ ഇങ്ങനൊക്കെ പറയും, പക്ഷെങ്കില് ഇതിന്റെ ഉള്ളിലേക്കൊന്നും ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ദൈവം ഒന്ന് നോക്കുമ്പോ അറിയാം എത്രമാത്രം ഇതൊക്കെ ശരിയാണെന്ന്. പൗലോസിന്റെ ആ മനോഭാവം ഒക്കെ എത്ര അനുകരിക്കത്തക്കതായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ, അത് കർത്താവിന് വേണ്ടിയിട്ട് നാം ചെയ്യുമ്പോൾ കർത്താവെ അവിടുന്നാണ് ഉയരേണ്ടത്, അവിടുത്തെ മഹത്വമാണ് മറ്റുള്ളവർ കാണേണ്ടത് എന്ന് ചിന്തിക്കുവാൻ ഉള്ളൊരു മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്വയം പുകഴുവാനായിട്ട് ഒരിക്കലും നമുക്ക് ഇടയാകുവാനായിട്ട് പാടില്ല. ദൈവസന്നിധിയിൽ താഴുവാൻ, വിനയപ്പെടുവാൻ, ശുശ്രൂഷകൾ ദൈവം തരുമ്പോൾ അത് എന്ത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നാം ചെയ്യുകയും അത് ഫലവത്തായി തീരുകയും ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ട ആവശ്യം. പൗലോസ് ഒരിക്കലും, പൗലോസിന്റെ ജീവിതം നാം പരിശോധിച്ചു നോക്കുക, എവിടെയെങ്കിലും പൗലോസിന്റെ ജഡം ഉയർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നാം കണ്ട കാര്യങ്ങള് ഒന്ന് വീട്ടിൽ ചെന്ന് പറയണമെന്ന് വിചാരിക്കുന്നില്ല. അവസാനത്തെ വാക്യം മാത്രം കൂടെ വായിക്കാം. നിങ്ങളുടെ വിശ്വാസം, 4-5 വാക്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളെല്ലാം ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. 2-ന്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ദൈവജ്ഞാനത്തെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് പ്രത്യേകിച്ചും ആ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 6 മുതൽ 13 വരെ. ഞാൻ സംസാരിക്കും, ഈ ലോകത്തിലെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ
ഈ ലോകത്തിന്റെ പ്രമുഖന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിലെ പ്രമുഖന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ കുറിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു. മനുഷ്യനുള്ളത് അവന്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ അറിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമാർക്ക് ആത്മീയമായത് തെളിയിക്കും. അവിടെ ഒന്നാം വാക്യത്തിൽ നാം വായിച്ചു, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് വരുമ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെയാണ് വന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് 13-ാമത്തെ വാക്യം, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായ തെളിയിക്കുന്നു. അപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല പൗലോസ് കൊരിന്തിലേക്ക് വന്നത്. 1-ാം വാക്യം. 5-ാം വാക്യത്തില് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. പിന്നെ എങ്ങനെയാണെന്ന് 11-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? അങ്ങനെയാണ് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. 2:6 പൗലോസ് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. പൗലോസ് പിന്നെയും പറയുന്നത് ഞങ്ങളും ജ്ഞാനത്തിലാണ് സംസാരിക്കുന്നത്. എന്താ ഇതിന്റെ ഉദ്ദേശം? ഏത് ജ്ഞാനത്തിലാണ് പൗലോസ് സംസാരിച്ചത്? ദൈവജ്ഞാനത്തിലാണ് പൗലോസ് സംസാരിക്കുന്നത്, ലോകത്തിന്റെ ജ്ഞാനത്തിലല്ല. അതാണ് പൗലോസ് അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ ജ്ഞാനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 21-ാം വാക്യം, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നും. അപ്പോൾ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണം രക്ഷയിലേക്ക് വരുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഇവിടെ നാം വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തില്, എന്നാൽ തികഞ്ഞവരുടെ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഏത് ജ്ഞാനമാണ്? ദൈവജ്ഞാനത്തിലാണ് പൗലോസ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, തികഞ്ഞവരുടെ ഇടയിൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ. എനിക്ക് അല്പം ആശയക്കുഴപ്പമുണ്ടാക്കിയൊരു ഭാഗമാണ്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ. ആരായി തികഞ്ഞവർ? തികഞ്ഞവർ എന്ന് പറയുന്നത് ആത്മീയരായിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. നാം ക്രിസ്തുവിൽ പൂർണ്ണരാണ് അല്ലെ? തികഞ്ഞവർ എന്നുള്ള വാക്കിന് പെർഫെക്റ്റ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തികഞ്ഞവർ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ പൂർണ്ണരായവർ. കൊലോസ്യർ ലേഖനം 1:28 വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യർ 1:28. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. മനുഷ്യന്റെ അമെങ്കിലും ചിന്തിക്കണം, മനുഷ്യന്റെ പോരായ്മ എന്ന് പറയുന്നത് പാപമാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്, അവനെ ദൈവത്തിൽ നിന്നും കുറവുള്ളവനായിട്ട് അവനെ കാണുന്നത് അവന്റെ പാപമാണ്. എന്നാൽ അവന്റെ പാപം പരിഹരിക്കപ്പെട്ടാൽ ആത്മീയർത്ഥമാണ് ചിന്തിക്കുന്നത്. നമ്മളെ ദൈവം വിശുദ്ധന്മാരാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധന്മാരാണോ? ശരിക്കും സ്ഥാനീയമായിട്ട് നമ്മൾ വിശുദ്ധന്മാരായിട്ടാണ് ദൈവം നമ്മളെ എണ്ണിയിരിക്കുന്നത് എന്നുള്ളതാണ് അനർത്ഥം. എന്ന് പറയുന്ന പോലെ ക്രിസ്തുവിൽ നമ്മെ പൂർണ്ണരായിട്ടാണ് ദൈവം കാണുന്നത്. പാവം പരിഹരിക്കപ്പെട്ടോ ദൈവത്തിന്റെ മാലിന്യങ്ങളും ദൈവത്തിന്റെ അശുദ്ധിയും ഒക്കെ നമുക്കുള്ളപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കാണുന്നത് ക്രിസ്തുവിൽ നാം തികഞ്ഞവരായിട്ടാണ്. ആത്മീയന്മാരെ വിശേഷിച്ചും നാം നോക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, അവരെക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കും ദൈവമക്കൾ. എന്നാൽ തികഞ്ഞവരുടെ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. കൊലോസ്യർ 1:28 നാം വായിച്ചത്.
ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. 7-ാം വാക്യത്തില് 7-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 7-ാം വാക്യം അവിടെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പൗലോസ് പറയുന്നതാണ് 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി ഉന്നയിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി നോക്കുക. നാം 2-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു പൗലോസ് സുവിശേഷം കൊടുക്കുന്നതായിരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം. ഇവിടെ പൗലോസ് പറയുകയാണ് ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ക്രൂശിന്റെ വചനം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതായിരിക്കും. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് അതിന്റെ വിശദീകരണമാണ് നമ്മൾ താഴോട്ട് കാണുന്നത്. എന്നാൽ അതിനു മുൻപേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ലോക സൃഷ്ടിക്ക് മുൻപേ, പിന്നെ വേറെ ഒരു വാക്യം അങ്ങനെ കാണുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും ഇതിനോട് സമാനമായിരിക്കുന്ന ചിന്ത നമുക്ക് ലഭിക്കുന്ന ചില വാക്കുകൾ അവിടെ കാണാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും ജീവിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായി നമുക്ക് ഔചിത്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ നീങ്ങുകയും ചെയ്തുവല്ലോ. ആ വാക്കുകളെല്ലാം നമ്മൾ വിശദീകരിക്കുവാനായിട്ടല്ല പോകുന്നത്. അവിടുത്തെ പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം ഇവിടെ നാം കാണുന്ന അതേ പദപ്രയോഗം ഇവിടെ ലോക സൃഷ്ടിക്ക് മുൻപേ എന്ന് നാം കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തുടങ്ങുമ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ എന്ന് കാണുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എപ്പോഴാ? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ. നോക്കുക, ദൈവത്തിന്റെ കരുതൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസികളായിരിക്കും നമ്മോടുള്ള ബന്ധം, മണാരക്കുളഞ്ഞ സഭയോടുള്ള ബന്ധത്തിൽ, ഒന്നുകൂടെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എന്നോടുള്ള ബന്ധത്തിൽ. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ്, ആദം പാപം ചെയ്യുമെന്ന് അറിയാമായിരുന്ന ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദമിന്റെയും തന്റെ വംശപരമ്പരയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് ദൈവം അതിന് മുൻപേ തന്നെ, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, ആ വാക്കുകൾ പ്രത്യേകം നമ്മുടെ ഹൃദയത്തിന്റെ ശ്രദ്ധ ആകർഷിക്കേണ്ട കാര്യമാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ എന്തിനാ? നമ്മുടെ തേജസ്സിനായി. ഓരോ വാക്കുകളും നാം ശ്രദ്ധിക്കണം. ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി ലഭിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് അവനുണ്ടായിരുന്നു. ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ നാം വായിക്കുന്നു. പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ദൈവം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുമ്പോൾ ദൈവ തേജസ്സോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്ന് അവിടെ വായിക്കുന്നുണ്ട്, അതിന്റെ 2:28 നാം വായിക്കുന്നുണ്ട്, മനുഷ്യരും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നതാനും അവർക്ക് നാണം തോന്നിയില്ല. എന്നാ പിന്നെ നാണം തോന്നിയത്? പാപം ചെയ്തതിനു ശേഷം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരെന്ന്. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അവരിതൊക്കെ കാണാനായിട്ട് തുടങ്ങിയത്, അവരിതൊക്കെ മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞത്, ഈ തേജസ് നഷ്ടപ്പെട്ടത്, മനുഷ്യനുണ്ടായിരുന്ന തേജസ്, സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തേജസ്സുള്ളവനായിരുന്നു, ദൈവ തേജസ്സാണ് അവനുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ പാപം ഈ തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ളത് റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറയാനായിട്ട് സാധിക്കും. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്. ആദമിന് ആ തേജസ് നഷ്ടപ്പെട്ടു, ആദാമിന്റെ സന്തതികൾക്ക് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഇവിടെ പൗലോസ് പറയുകയാണ്,
നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ സത്യം ഇത് മറഞ്ഞിരുന്ന സത്യമാണ്. പഴയ നിയമ പിതാക്കന്മാർക്ക് അത് വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാലത്തിന് തീർന്ന സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവ് ജനിക്കുകയും ഈ സത്യം പുതിയ വിശ്വാസികളിലേക്ക് വരുമ്പോൾ ഈ മർമ്മം അപ്പോസ്തലനായ പൗലോസിൽ കൂടെ മറ്റുള്ള എഴുത്തുകാരിൽ കൂടെ ലേഖനകർത്താക്കളിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും പ്രധാനമായിട്ട് പൗലോസിനാണ് വെളിപ്പാടുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത്. അതുകൊണ്ടാണല്ലോ ഗുരുതരായ പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 12 പൗലോസ് പറയുമ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യത. എന്തെല്ലാം വെളിപ്പാടുകളാണെന്ന് അറിയാമോ? എന്തെല്ലാം വെളിപ്പാടുകൾ, സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, രക്ഷയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള രക്ഷയെക്കുറിച്ചുള്ള അനവധിയായിരിക്കുന്ന വെളിപ്പാട്, കർത്തൃമേശയോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന വെളിപ്പാട്, ഇതെല്ലാം ലഭിച്ചത് അപ്പോസ്തലനായ പൗലോസിനാണ് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ. അപ്പോൾ പൗലോസിന് ലഭിച്ചതായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് ഈ കാണുന്ന നാമം ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് ഉള്ളതായിരിക്കുന്ന ആ മർമ്മം, യേശുക്രിസ്തു മുഖാന്തരം ഉള്ളതായിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന മർമ്മം പൗലോസിന് ലഭിച്ചു എന്നതാണ്. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ മർമ്മമത്രേ, ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ആ 8ാമത്തെ വാക്യം കൂടെ വായിക്കാം. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആരെയാ? തേജസ്സിന്റെ കർത്താവ്. എന്തിനു വേണ്ടിയിട്ടാ തേജസ്സിന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്? നമ്മുടെ തേജസ് നമുക്ക് നൽകുവാനായി. അങ്ങനെയൊക്കെ നാം വായിച്ചത് തേജസ്സിനായി മുൻനിർത്തിയ, തേജസ്സിനായി അതിന്റെ 7ാമത്തെ വാക്യത്തില് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചു. നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചപ്പോൾ ഇവിടെ നാം വായിക്കുന്നു തേജസ്സിന്റെ കർത്താവ് ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായിരുന്നു. നാം ഇതിന്റെയൊക്കെ വില എത്രമാത്രം കാണുന്നു എന്നുള്ളത് സ്വയം പരിശോധിച്ചാൽ മതി. തേജസ്സിന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. തുല്യനായിരുന്ന ദൈവമായിരുന്ന തേജസ്സിന്റെ കർത്താവ്, അവന്റെ തേജസ്സിനെ കുറിച്ച് പല വാക്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവചനത്തിന്റെ 6-ാം അധ്യായത്തില് യെശയ്യാവ് ദർശനം കണ്ടല്ലേ, തേജസ് കണ്ടു. ഉസിയാവ് ഭരിച്ച ആണ്ടിൽ ഒരു കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു. 6 ചിറകുള്ള സാറാഫുകൾ, 2 കൊണ്ട് മുഖംമൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിനായ കർത്താവിനെ കുറിച്ചാണ് അവിടെ കാണാൻ. എന്താ അതിന്റെ തെളിവ്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം യോഹന്നാൻ 12-ാം അധ്യായത്തില് ആ കാര്യം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 12-ാം അധ്യായം 40-ാമത്തെ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് കണ്ടത് കർത്താവിനെ കുറിച്ചാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം. യോഹന്നാൻ 12:41. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇതറിഞ്ഞത്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. യെശയ്യാവ് മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ എബ്രായ 1-ന്റെ അവൻ തേജസ്സിന്റെ പ്രഭയും അല്ലെ, തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭയാണ്. വെറും തേജസ്സല്ല, തേജസ്സിന്റെ പ്രഭയാണ്. യോഹന്നാൻ പറയുമ്പോൾ ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിന് എങ്ങനെ, യോഹന്നാൻ 1-ാം അധ്യായത്തില് യോഹന്നാൻ പറയുന്നത്, യോഹന്നാൻ 1:14, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. തേജസ്സുള്ള കർത്താവ്. ശ്രദ്ധിക്കുക, എന്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ എല്ലാം എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മളെ ആ സ്ഥാനത്ത് കാണണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ രക്ഷയുടെ വലുപ്പം നമുക്ക് കാണണമെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ കൊണ്ടവിടെ നിർത്തണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്, എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്, നിത്യമായിരിക്കും നരകത്തിന് മാത്രം യോഗ്യനായിട്ട്, ശാപത്തിന് യോഗ്യനായിട്ട്, നിത്യമായിരിക്കും നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടുന്നവനായിരുന്ന, തേജസ് നഷ്ടപ്പെട്ടവനായിരുന്ന എനിക്ക് ആ തേജസ് നൽകുവാനായിട്ട് തേജസ്സിന്റെ കർത്താവ് വായിക്കുന്നത്, തേജസ്സിന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. ഒരു കാര്യം നാം ഓർക്കുക, ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഇത് അറിയാനായിട്ട് സാധിച്ചില്ല. ലോകത്തിൽ എത്രയോ മഹാന്മാരാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ളത്. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കില് ലോകത്തിന്റെ ജ്ഞാനികൾക്ക്, ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഈ സത്യം ഉൾക്കൊള്ളുവാൻ പലർക്കും സാധിച്ചില്ല. അനേകർക്ക് അങ്ങനെയുള്ളവരാണ് ശതമാനത്തിൽ നോക്കിയാൽ ഏറ്റവും അധികമുള്ളൂ.
എന്നാൽ കേവലം നാം 1-ാം അധ്യായത്തിൽ നാം വായിക്കല്ലോ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷണമായി തിരഞ്ഞെടുത്തു. എന്നെയും നിങ്ങളെയും ദൈവം പോഷണമായവരാണ്, പോഷന്മാരാണ്. പക്ഷെ ലോകപ്രകാരം ജ്ഞാനികളല്ല. അവിടെ വായിക്കുന്നുണ്ടല്ലോ, ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. പക്ഷെങ്കിൽ ജ്ഞാനികളെ ലഭിക്കാൻ ദൈവം പോഷണമായത് തിരഞ്ഞെടുത്തു. നമുക്ക് ഈ സത്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. ലോകത്തിലെ അനേക ജ്ഞാനികൾക്ക് ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അവിടെ നാം വായിക്കുന്നത് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ ജ്ഞാനപ്രകാരം, ലോകത്തിന്റെ ജ്ഞാനത്തിൽ ഈ ദൈവത്തെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിക്കില്ല. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ കർത്താവിനെ സൂക്ഷിക്കുകയില്ലായിരുന്നു. 9-ാമത്തെ വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. പലപ്പോഴും നാം ഈ വാക്യം സ്വർഗത്തോടുള്ള ബന്ധത്തിലാണ് ചിന്തിക്കാറുള്ളത്. തെറ്റില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഇതൊക്കെ നാം പലപ്പോഴും സ്വർഗത്തോടുള്ള ബന്ധത്തിലാണ് ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാം പ്രതീക്ഷിക്കാത്ത ചില നന്മകള്, ഭൗമികമായ നന്മകൾ വരുമ്പോൾ എന്തായാലും നമ്മൾ ഈ വാക്യമൊക്കെ പറയും. ഇതൊന്നും തെറ്റല്ലേ. പക്ഷെങ്കിൽ എന്താ ഇവിടുത്തെ ഉദ്ദേശം? എന്താ? ഈ തേജസ്സിന്റെ കർത്താവ് എനിക്ക് വെളിപ്പെട്ടു വന്നു. അതാണ് ഇവിടുത്തെ വിഷയം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറയുമ്പോൾ അത് തൊട്ടുമുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുവാൻ എനിക്ക് സാധിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. 10-ാം വാക്യം, നാം എങ്ങനെയാണ് അറിഞ്ഞത്? നാം വായിക്കും, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമുക്കോ? 10-ാം വാക്യം, ഈ 10 മുതൽ 13 വരെയുള്ള വാക്യം നാം നോക്കിയാൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവാത്മാവിനെ കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാമത്തെ വാക്യത്തില് ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് ഇത് അറിയത്തില്ല, അവർക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല, എന്നാൽ നമുക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. 10-ാം വാക്യത്തില് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? ദൈവം തന്റെ ആത്മാവിനാൽ എനിക്കിത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നാം യോഹന്നാൻ നാം വായിക്കുമ്പോൾ ഇവിടെ 10 പോലുള്ള വാക്യം നാം വായിച്ചു നോക്കിയാൽ ആത്മാവ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. 10-ാം വാക്യത്തില് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നാം കാണുമ്പോൾ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അതുപോലെ തന്നെ 11-ാമത്തെ വാക്യത്തില് ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. 12-ാമത്തെ വാക്യത്തില് 12-ാമത്തെ വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിലുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതുപോലെ തന്നെ 13-ാമത്തെ വാക്യത്തില് ആത്മാവ് ഉപദേശിക്കുന്ന, ആത്മാവ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. നമ്മുടെ രക്ഷ തുടങ്ങി. നാം രക്ഷിക്കപ്പെടുവാൻ എങ്ങനെ കാരണമായിരുന്നു? യോഹന്നാൻ 16-ാം അധ്യായത്തിലുണ്ടല്ലോ, യോഹന്നാൻ 16-ലല്ലേ, യോഹന്നാൻ 16-ന്റെ 8-ാമത്തെ വാക്യം, ആത്മാവ് എന്തൊക്കെയാണ്? 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവ് എന്തൊക്കെയാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞേക്കുന്നത്. ആത്മാവ് എന്തെല്ലാം ചെയ്യും? ഒന്ന്, ആത്മാവ് ആണ് ഇവിടെ നമുക്ക് ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കേവലം രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, തുടർന്നുള്ള വാക്യം വായിക്കുമ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കർത്താവ് തന്നെ പറയുന്ന വാക്കുകളാണത്. യോഹന്നാൻ 16-ാം അധ്യായത്തിൽ എന്തൊക്കെ ചെയ്യുന്നത്? അവൻ വന്ന് നിങ്ങളെ എന്തൊക്കെയാണ്? ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും 3 കാര്യങ്ങൾ. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. ഒന്ന്, നമുക്ക് ബോധ്യമുണ്ടാകണം, രക്ഷിക്കപ്പെടാനുള്ള വ്യക്തിക്ക്, ഒരു മനുഷ്യന് പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. പിന്നെ എന്താ? നീതിയെ കുറിച്ചുള്ള. എന്താ നീതി? ദൈവനീതി. ദൈവനീതി എന്താ? രക്ഷിക്കപ്പെട്ട ക്രിസ്തു. പാപത്തെ കുറിച്ച് ബോധ്യം ലഭിക്കുന്ന വ്യക്തി ക്രൂശിലേക്ക് നോക്കണം. പാപത്തിന് ശമ്പളം മരണമാണ്. പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് തീർന്നു എന്നുള്ള കാര്യം, അതാണ് ദൈവത്തിന്റെ നീതി. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും. ഈ നീതിയെക്കുറിച്ച് ചിന്തിക്കാത്തവരും എന്താ സംഭവിക്കാൻ പോകുന്നത്? ന്യായവിധിയാണ്. ഈ 3 കാര്യങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമ്പോഴാണ് ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോഴാണ് അവൻ രക്ഷയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ആത്മാവിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദൈവത്തിൽ ആഴങ്ങളുണ്ടെന്നേ. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയല്ല. നമുക്ക് എന്താ ദൈവത്തെ കുറിച്ച് അറിയാവുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ എന്താ ദൈവത്തെ കുറിച്ച് അറിയാവുന്നത്? ദൈവത്തിന് ആഴങ്ങളുണ്ട്. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പോയാൽ എവിടെ നിന്ന് അവസാനിക്കും? അതിന്റെ ആഴങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം വായിക്കുന്നത് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇതെല്ലാം നാം ഓർക്കണം. ഈ ആത്മാവിന് വിധേയപ്പെട്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ആത്മാവ് രക്ഷിക്കപ്പെടുവാനായിട്ട് ആത്മാവ് സഹായിച്ചു. പക്ഷെങ്കിൽ തുടർന്ന് ആത്മാധിവാസം നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ മന്ദമായി പോകും. ആത്മാവിന് പ്രവർത്തിപ്പാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് നാം ആയിപ്പോകും. എന്നാൽ ആത്മാവിന് നമ്മെ വിധേയപ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. അതുകൊണ്ടാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, ജഡികന്മാരെ കുറിച്ച്. അവരുടെ പ്രശ്നം എന്താ? അവർക്ക് ഈ ആഴങ്ങളിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 11-ാമത്തെ വാക്യം, അതെ, അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത്. നമ്മളെ പെട്ടെന്ന് പറഞ്ഞാൽ പോകാം. ദൈവത്തിലുള്ളത് ഗ്രഹിപ്പാനായിട്ട് നമ്മെ സഹായിക്കുന്നു. നമ്മളിപ്പോ 2-3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, 10-ാം വാക്യത്തിൽ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ സഹായിച്ചത് ദൈവാത്മാവാണ്. പിന്നീട് നാം വായിക്കുമ്പോൾ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിലുള്ളത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നു. 12-ാമത്തെ വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എന്താ സഹായിക്കുന്നത്? ദൈവം നമുക്ക് നൽകിയത്. ഇംഗ്ലീഷ് അതാർക്കും വായിക്കാൻ പറ്റും. ആദ്യം ഉണ്ടോ ഇംഗ്ലീഷ് വഴിയോട്? ഓക്കെ, ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ Spirit of the word, but the Spirit which is of God, that we might know the things that are freely given to us of God. Freely given. അതെന്താ? ഒരു വാക്കോട്ട് വിട്ടുപോയിട്ടുണ്ട്. എന്താ? സൗജന്യമായിട്ട്. ഇത് മലയാളത്തിലില്ല. നമുക്ക് സൗജന്യമായി നൽകിയത്. ശ്രദ്ധിക്കുക, നമുക്ക് കഴിഞ്ഞിട്ട് സൗജന്യമായി എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. നമുക്ക് സൗജന്യമായി നൽകിയത് അറിയുവാനായി. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് സൗജന്യമായി നൽകിയത് അറിയുവാനായി. നമുക്ക് എന്തൊക്കെയാ സൗജന്യമായിട്ട് ലഭിച്ചത്? ആദ്യം ലഭിച്ചത് എന്താ? ആത്മാവിനെ ലഭിച്ചു, കർത്താവിനെ ലഭിച്ചു. അതല്ലേ ഏറ്റവും വലിയ കാര്യം. കർത്താവിനെ ലഭിക്കുവാൻ ആത്മാവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ആ ദൈവമക്കളായിട്ട് തീർന്നു. കർത്താവിനെ നമുക്ക് ലഭിച്ചു. നമുക്ക് വലിയ രക്ഷ ലഭിച്ചു. അവിടെ കൊണ്ട് തീർന്നോ? വരുവാനിലേക്ക് നിത്യത. ആ നിത്യതയിൽ എന്തൊക്കെയാ നമുക്ക് വേണ്ടിയിട്ട് ദൈവം കരുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നാം അതിനെക്കുറിച്ച് നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും ഒക്കെ അപ്പുറമാണ്. ഇവിടെ എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ലഭിച്ചത്? സൗജന്യമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. നാം വായിക്കുന്നുണ്ടല്ലോ തന്നെ ഒരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദാനം, പറഞ്ഞു തീരാത്ത ദാനം, സൗജന്യമായി നമുക്ക് ലഭിച്ച ദാനം. 1-ാം നാം വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചോളം, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എണ്ണാൻ തുടങ്ങിയാൽ എണ്ണാൻ പറ്റത്തില്ല. നിത്യത മുഴുവൻ എണ്ണിയാലും തീരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും അതിനെ തുടർന്ന് നമുക്ക് ലഭിച്ചതായിരിക്കും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരു വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ പോലും പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു തീരാത്ത ദാനം. പറഞ്ഞു തീരാൻ നിത്യത മുഴുവൻ നാം ഓർത്ത് നോക്കിയാൽ, നിത്യത മുഴുവൻ നാം ഇന്ന് എണ്ണാൻ ശ്രമിച്ചാലും എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങളും നന്മകളും ക്രിസ്തുവിൽ കൂടെ തന്ന് അവിടെ വായിക്കുന്ന പോലെ നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല,
ദൈവം നമുക്ക് സൗജന്യമായി നൽകിയത് അറിവാനായി. ഇത് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് നാം അറിയാൻ പറ്റുന്നത്? അറിവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്ര. ഇതൊക്കെ അറിയണമെങ്കിൽ ദൈവാത്മാവുള്ളവനെ സാധിക്കുകയുള്ളൂ. 13-ാമത്തെ വാക്യം കൂടെ. 13-ാമത്തെ വാക്യം. അത് ഞങ്ങൾ മനുഷ്യരാണ് ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമായി തെളിയിക്കുന്നു. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം വാക്യത്തില് ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു. 11-ാമത്തെ വാക്യത്തില് ദൈവാത്മാവ് മുഖാന്തരമായിട്ട് അനേക കാര്യങ്ങൾ ദൈവത്തിലുള്ളത് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 12-ാം വാക്യത്തിൽ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയത് ഒക്കെ അറിയുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവാത്മാവ് സഹായിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. മനുഷ്യജ്ഞാനം, പൗലോസിന്റെ പ്രസംഗത്തെ കുറിച്ച് പൗലോസ് ആ വാക്യം പറഞ്ഞേക്കുന്നത്. മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല പൗലോസ് പ്രസംഗിച്ചത്, പിന്നെയോ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാണ്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ. ഇന്ന് ദൈവത്തിന്റെ വചനം പൗലോസിന്റെ എഴുത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് ലഭിച്ചതാണ്? ദൈവാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാണല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് ലഭിക്കുന്നത്. ആത്മീയന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാധിവാസമുള്ളവരാണ്. ആത്മാവിന്റെ വാസം ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ വിധേയപ്പെടുന്നവരെ കുറിച്ചാണ് ആത്മീയന്മാരായിട്ട് വരുന്നത്. വരും ദിവസങ്ങളിൽ അടുത്തായിട്ട് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ 14 വാക്യങ്ങൾ, അത് 3-ാം അധ്യായത്തിന്റെ എന്നോട് ചേരുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ സമയം പോയല്ലോ. അത് നിർത്താം. ആത്മീയൻ എന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ നിയന്ത്രണം, ആത്മാവിന്റെ നിറവ് ഉള്ള ജീവിതമുള്ളവരാണ് ആത്മീയൻ എന്ന് പറയുന്നത്. ആത്മീയന്മാർക്ക് ആത്മീയമായത് വെളിപ്പെടുത്തുവാൻ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാണ്. കർത്താവ് തന്നെ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവ് വരുന്ന കാര്യം പറയുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തുവാനൊക്കെ വേണം ആത്മാവിനെ ദൈവം നൽകിയിരിക്കാം. എത്രയോ അനുഗ്രഹങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. നാളെ ഞായറാഴ്ചയാണല്ലോ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എത്ര കാര്യങ്ങളാണ് ദൈവം ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും. ഭൗമികമായ നന്മകളല്ല നമ്മുടെ വിഷയം. പിന്നെയോ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ തുടങ്ങി എത്ര നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ഒരു നിര തന്നെ എണ്ണിക്കൂടാത്ത നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടുകൂടെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും മഹത്വം കൊടുക്കുവാൻ ദൈവത്തെ സഹായിക്കുമാറാകട്ടെ.